അറിയോ ഗവൺമെന്റിന്റെ ഓരോ കാര്യങ്ങൾ? ഗുലാബ് സുന്ദാബാദ് വിളിക്കും പോലല്ലേ നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് സാമിയേ ശരണമയ്യപ്പാൻ? ലോകത്താരെ അങ്ങനെ വിളിച്ചിട്ടുണ്ടോ സാമിയെ ശരണമയ്യപ്പാന്ന്? ഞങ്ങളൊക്കെ ഇങ്ങനെയാ വിളിക്കുക, അല്ലെ ഇങ്ങനെയാ വിളിക്കുക. ഇതെവിടുന്ന് ഇത് കിട്ടിയത്? അതെന്റെ രാഷ്ട്രീയ തന്ത്രം. ഇതൊക്കെ ചെയ്യുന്ന ഭയങ്കര ആവേശക്കാരല്ലേ നിങ്ങൾ? ഭയങ്കര ശ്രദ്ധയും എന്താ പറയാ നിങ്ങളുടെ ആവശ്യത്തിലും നിങ്ങളുടെ കാര്യത്തിലും. നിങ്ങൾ ആരോട്, നിങ്ങൾ എന്തിനാ ഒടിമറിയുന്നത്? ഒരു കാര്യമില്ല. നിങ്ങൾ എക്സ്പോസ്ഡ്, യു സ്റ്റാൻഡ് എക്സ്പോസ്ഡ്. സാറ് തെറ്റിദ്ധരിച്ചിരിക്കുക. ഇദ്ദേഹം ഒരു സാധുവും പരമപരോപകാരിയുമാ. ബംഗാളിന്ന് ജനങ്ങളെ കുറ്റിച്ചൂരെടുത്ത് അടിച്ചോടിച്ചത് സത്യസന്ധമായ ഭരണം കൊണ്ടാ ആണോ? കഷായത്തിന് കൂട്ടാൻ ഇല്ലാണ്ടായതേ അവിടുത്തെ ജനങ്ങളെ കുറ്റിച്ചൂരെടുത്ത് അടിച്ചോടിച്ചത് സത്യസന്ധമായ ഭരണം കൊണ്ടാ, ഭയങ്കര സത്യസന്ധത കൊണ്ടാ. നിവർത്തിയിട്ടുണ്ടല്ലോ രാമേട്ട. 2 മാസമായി ഞാൻ ഇവന്റെ കള്ള സെന്റിമെന്റ്സ് കേൾക്കാൻ തുടങ്ങിയിട്ട് ഇത്തിരി സ്വാതന്ത്ര്യം കൊടുത്തപ്പോ തലേ കയറാൻ നോക്കുക. നോക്കൂ, ഈ തിരുവാഭരണം കമ്മീഷൻ എന്ന് പറഞ്ഞാൽ താങ്കൾക്കും അറിയുന്ന പോലെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാറ്റിന്റെയും എല്ലാ ആഭരണ കാര്യങ്ങളുടെയും അവസാന വാക്കാണ്. നമ്മൾ വിചാരിക്കുന്ന ഏതെങ്കിലും ഒരു താൽക്കാലിക ഒരു ചെറിയ ഉദ്യോഗസ്ഥനല്ല. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ റോൾ എന്താണ്, എക്സിക്യൂട്ടീവ് ഓഫീസർ റോൾ എന്താണ്? ചില്ലറ മീനുകളല്ല ഇപ്പൊ വലയിലായിട്ടുള്ളത്. ഇതിന്റെ പിന്നിൽ വമ്പൻ സ്രാവുകളും നീലത്തിമിംഗലവും ഒക്കെ ഉണ്ട്. ഞാൻ ഒരു കാര്യം പറയാം. ഈ കോടതി എന്ന് പറയുന്നതാണ് ഈ ശബരിമലയുടെ രക്ഷകൻ എന്ന ഒരു ധാരണ ഞങ്ങൾക്കാർക്കും ഇല്ല. ഇല്ല ഇല്ല, ഇയാൾക്കെന്താ ചെവി കേട്ടൂടെ? ഇല്ല ഇല്ല ഇല്ല. ഉദാഹരണമായിട്ട് ഒരു 7 കോടി രൂപയുടെ നഷ്ടം ഇപ്പം ചിലപ്പോൾ 9 കോടി രൂപയായി കാണും ശബരിമലയ്ക്ക് സംഭവിച്ചു. കഴിഞ്ഞ മുമ്പത്തെ വർഷം അരവണയുമായി ബന്ധപ്പെട്ട കേസ് കോടതിയിൽ പോയി. കോടതി ചെന്നപ്പം ആ ഏലക്കായ്ക്കകത്ത് ഏതോ ഒരു വിഷമുണ്ട് എന്നൊരു പരാതി ടെൻഡറിൽ തോറ്റുപോയവൻ പരാതിപ്പെട്ടു. എന്നിട്ട് അതവിടെ കെട്ടിക്കിടന്നു 7 കോടി രൂപ. പിന്നെ ഇത് മറവ് ചെയ്യാൻ വേണ്ടി 2-3 കോടി രൂപ, ഏതാണ്ട് 8-9 കോടി രൂപ ദേവസ്വം ബോർഡിന് നഷ്ടപ്പെട്ടു. ഈ ത്രിവിക്രമൻജിയുടെ ഒരു പ്ലാനിങ്ങുകളും ഒരു പ്രാവശ്യത്തിൽ കൂടുതൽ പരാജയപ്പെട്ടിട്ടില്ല. ഈ ഹൈക്കോടതി തന്നെ 2019 കാലത്ത് നിയോഗിച്ച ദേവസ്വം കമ്മീഷണർമാരവിടെ, ദേവസ്വത്തിന്റെ കോടതിനെ നിയോഗിച്ച കമ്മീഷണർമാരവിടെയുണ്ട്, ശ്രീ കുറുപ്പടക്കം. അവർ 2009 ഇതൊന്നും അറിഞ്ഞില്ലേ? എടാ ജോയി, എന്തോ എവിടെ നിന്ന് കിട്ടിയടാ നിനക്ക് ഇത്രയും കുരുട്ടു ബുദ്ധി? താങ്കൾ പറഞ്ഞു വരുന്നതാണ് ഈ അന്വേഷണ പരിധിയിലേക്ക് ഹൈക്കോടതി നിയോഗിച്ച ഉദ്യോഗസ്ഥനും വരണം. അത് സത്യമാണ്. 2019 ഹൈക്കോടതി അറിയണ്ടായിരുന്നോ? നിങ്ങൾ എന്ത് വർത്തമാനം ഈ പറയണേ? കോടതി അറിയണമായിരുന്നു എന്ന് പറയുന്ന താങ്കൾക്ക് എന്തുകൊണ്ടാണ് LDF സർക്കാരിന്റെ കീഴിൽ CPM-ഉം CPI-യും കൂടെ ഭരിച്ച ബോർഡുകൾ, അതിന്റെ തലപ്പത്തിരുന്ന രാഷ്ട്രീയ നേതൃത്വങ്ങൾ, അതിന് മുകളിലുള്ള ഭരണ നേതൃത്വങ്ങൾ, മന്ത്രി, സർക്കാർ എന്തേ അറിഞ്ഞില്ല? പിന്നെ നാണക്കെടുത്തി. ദേവസ്വം ബോർഡിന്റെ ഉത്തരവിന് വിരുദ്ധമായി ഇത് സൂക്ഷിക്കേണ്ട ഉദ്യോഗസ്ഥൻ പോറ്റിക്ക് കൊടുത്തുവിട്ടു. അതിന്റെ പേരാണ് മോഷണം. ആ മോഷണം നടത്തിയ തിരുവാഭരണ കമ്മീഷണറും മോഷണം നടത്തിയ ആൾ മോഷണ വസ്തു കയ്യിലുണ്ട്. ഈ പൈസ, ഈ സ്വർണം ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ചെയ്തോട്ടെ എന്ന് ചോദിച്ചാൽ ആരോടാണ്? എനിക്കറിയില്ല. അങ്ങനെ ഉദ്യോഗസ്ഥനോടല്ല, ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോടാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആരാണ്? സർക്കാർ നിയോഗിക്കുന്ന രാഷ്ട്രീയ നിയമനമാണ്. അതിനുത്തരം പറഞ്ഞോട്ടെ. നിങ്ങൾ ഈ ചർച്ചയിൽ ഈ പാതി വന്ന സാധനമായിട്ട് വരരുത്. മോഷണം നടത്തിയതിന്റെ ബാക്കി എന്റെ കയ്യിലുണ്ടെന്ന് അയാൾ പറഞ്ഞിട്ടില്ല. ആ മെയിൽ ഞാൻ വായിച്ചു നോക്കി. നിങ്ങൾ ആ മെയിൽ കണ്ടിട്ടുണ്ട്? മോഷണം നടത്തിയതിന്റെ ബാക്കി അയാൾ പറയുമോ? ശബരിമല എന്നല്ല, കേരളത്തിലെ ഒരു ആരാധനാലയത്തിലും ഒരു സംവിധാനത്തിലും ഒരു കളങ്കത്തിനും കൂട്ടുനിൽക്കാത്ത ഗവൺമെന്റാണ്. ശരി, നിന്റെ പാർട്ടി നല്ല അസല് പാർട്ടിയാ. ഇപ്പോ ഈ കോടതി രക്ഷകനെന്ന് CPM വിശ്വസിക്കാതിരിക്കാൻ എന്താണ് കാരണം? അല്ലെങ്കിൽ കോടതിയുടെ നടപടികളെ പോലും, അല്ലെങ്കിൽ 2019 ഹൈക്കോടതി നിയോഗിച്ച ഉദ്യോഗസ്ഥർ അവിടെ ഇല്ലേ എന്ന ചോദ്യമൊക്കെ ഇപ്പോൾ CPM പ്രതിനിധികൾ ഉന്നയിക്കുന്നതിന്റെ കാരണം എന്താകാം? ഒരു വിവരമില്ല. നിങ്ങൾക്ക് തോന്നുന്നത് ഈ IAS കാരനെ നിയമിക്കുന്നതിന് നല്ലത് ഒരു IPS കാരനെ നിയമിക്കുന്നതായിരുന്നു. എന്താ കാര്യം? കാരണം കള്ളന്മാരെ ശല്യമുള്ള സ്ഥലത്ത് റിട്ടയർഡ് IAS കാരനേക്കാൾ അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറിയേക്കാൾ നന്നായി പ്രവർത്തിക്കാൻ പറ്റുക, അല്ലെങ്കിൽ ആവശ്യം കാലത്തിന്റെ ആവശ്യം റിട്ടയർഡ് DGP ആയിരിക്കും. കാരണം കള്ളന്മാരുടെ ശല്യമുള്ള സ്ഥലത്ത് പോലീസിനെ വെക്കുന്നതാണല്ലോ ഒരു IAS കാരനെ വെക്കുന്നതിൽ നല്ലത് എന്നാണ് പറയാനുള്ളത്. കാരണം അത്രയും കള്ളന്മാരുള്ള സ്ഥലമായി മാറിയിട്ടുണ്ട് ആ പ്രദേശം. രണ്ട്, ഇവരെന്തിനാണ് രാഷ്ട്രീയക്കാരെ ഒഴിവാക്കി ഇപ്പം റിട്ടയർഡ് ഉദ്യോഗസ്ഥനെ കൊണ്ടുവന്നത്? വളരെ ലളിതമാണ് ഉത്തരം. പാർട്ടിക്കാരെ വിശ്വാസമില്ല. പാർട്ടിക്കാരെ ഏൽപ്പിച്ച പാർട്ടിക്കാർ മോട്ടിക്കുന്ന ഇവർക്ക് തന്നെ മനസ്സിലായി. ഈ കലക്കവെള്ളത്തിൽ നിന്ന് എനിക്കൊരു കാറും സ്ഥാപനവും സ്വന്തമാക്കണമടാ. ഇവരെ രാഷ്ട്രീയക്കാരെ ഇവർ വെച്ചപ്പോഴൊക്കെ പാർട്ടിക്കാരെയല്ലേ വെച്ചത്? ഇവരുടെ പാർട്ടിക്കാരല്ലാണ്ട് വേറെ ഏതേ പാർട്ടിക്കാർക്ക് ഈ സംവിധാനം ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ?
അപ്പൊ ഇവർക്ക് ഇവരുടെ പാർട്ടിക്കാരെ ഇപ്പൊ വിശ്വാസമില്ല. ഇവരുടെ പാർട്ടിക്കാരെ അമ്പലത്തിൽ കയറ്റിയാൽ കക്കുമെന്ന് ഇവർക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് ഇപ്പൊ പാർട്ടിക്കാരെ മാറ്റിയിട്ട് ഉദ്യോഗസ്ഥരെ കൊണ്ടുവന്നത്. എന്റെ ദൈവമേ, അപ്പൊ കുടുംബടക്കം കള്ളന്മാരാണ്. എടാ പുല്ലേ, നീ കള്ളന്മാർക്ക് അവമാനമാണടാ. ഇപ്പൊ കോടതിനെയൊക്കെ വിമർശിക്കുന്നതിന്റെ ആ രഹസ്യം എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവരുടെ ഇപ്പോഴത്തെ ജാള്യത എന്താ അറിയോ? ഈ രണ്ടാമതും എടുത്തു കൊടുത്തല്ലോ ഇയാളെടുത്ത്. ഇയാൾക്ക് 40 കൊല്ലത്തെ വാറണ്ടി ഉണ്ടെന്നാ പറയുന്നത്. പിന്നെ ശബരിമല അയ്യപ്പന്റെ വസ്തു ഉരുപ്പിടി ഇയാളുടെ പേരിലാണല്ലോ വാറണ്ടി എഴുതേണ്ടത്. ഒരാളെടുത്ത് കൊടുത്തയച്ച് റിപ്പയർ ചെയ്യാൻ കൊടുത്തയച്ചാൽ അത് അവിടുത്തെ ദേവസ്വം ബോർഡ് കമ്മീഷണറുടെ പേരിലോ ദേവസ്വം ചെയർമാന്റെ പേരിലോ അല്ലെങ്കിൽ ശാസ്താവിന്റെ ഡയറ്റിയുടെ പേരിലാണ് വാറണ്ടി എഴുതേണ്ടത്. 4.2 കിലോയുടെ തൂക്ക വ്യത്യാസമുണ്ടല്ലോ. രണ്ടാമതും കൊടുത്തു കഴിഞ്ഞാൽ അത് തിരുത്തി കൊണ്ടുവന്നാൽ പിന്നെ ആ മഹസറിലെ തെറ്റങ്ങ് പിന്നെ അതിന് പ്രസക്തിയില്ല. അത് അന്ന് തെറ്റിപ്പോയതാന്ന് പറയാലോ. ഇതിൽ വലിയ കാര്യങ്ങളൊന്നുമില്ല, പെട്ടെന്ന് തട്ടിക്കൂട്ടിയതാ. കുറച്ചും കൂടി ചെമ്പ് കൂട്ടി 4 കിലോ ചെമ്പല്ലേ, വലിയ വിലയൊന്നും ഇല്ലല്ലോ. കാരണം അതിന്റെ എത്രയോ ഇരട്ടി സമ്പാദിച്ചു കഴിഞ്ഞല്ലോ. അതൊക്കെ ഇപ്പോഴത്തെ നാട്ടുനടപ്പ്. അപ്പൊ അതുകൂടി കൂട്ടിക്കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത് ഈക്വൽ ആക്കി കഴിഞ്ഞാൽ അങ്ങനത്തെ മാസ്റ്ററിന് എന്തോ ചെറിയ തെറ്റ് പറ്റിപ്പോയതാണ് എന്ന് പറഞ്ഞാൽ പ്രശ്നം തീരുമല്ലോ. അപ്പൊ മോട്ടിച്ച സ്വർണത്തിന്റെ തൂക്കം അങ്ങ് ഒഴിവായി കിട്ടുമല്ലോ. അപ്പൊ കഴിഞ്ഞ തവണ സംഭവിച്ച കൈപ്പഴ തിരുത്താൻ വേണ്ടിയാണ് ഇത് വീണ്ടും എടുത്ത് അങ്ങോരുടെ കയ്യിൽ കൊടുത്തത്. അതിലൊരു അത്ഭുതവുമില്ല. ഇവരിപ്പോ കോടതിയെ കുറ്റം പറയുന്നു, തന്ത്രിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് മുനവെച്ച് സംസാരിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യുമ്പോൾ ദേവസ്വവും നിങ്ങളാണ് ഭരിക്കേണ്ടത് എന്ന അറിവോടുകൂടിയാണ് വോട്ട് ചെയ്തത്. നിങ്ങളെയാണ് ഏൽപ്പിച്ചത്. പ്രാഥമികമായ ഉത്തരവാദിത്തം നിങ്ങളാണ്. നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടേ ഇവരുടെ തുള്ളൽ അടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ വലിയ കഷ്ടമാണ് കേട്ടോ. അത് പറയുമ്പോൾ ശ്രീ പത്മനാഭൻ, 2018 സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് ശേഷമാണ് 2021 സർക്കാർ വരുന്നത്. അപ്പോൾ ഈ സർക്കാർ തന്നെ ശബരിമലയൊക്കെ ഭരിച്ചോട്ടെ എന്ന് വിചാരിച്ചാൽ 2018 സർക്കാർ ചെയ്തത് ശരിയാണെന്ന് ജനം അംഗീകരിച്ചു എന്നും കൂടെ താങ്കൾ പറഞ്ഞതിനെ വ്യാഖ്യാനിച്ചു പോകും. അതൊരു കാര്യമുണ്ടല്ലോ. 2018 വിധി സുപ്രീം കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ടോ? ഉണ്ടോ? എന്താ അവര് പിന്നെ കയറ്റിയില്ല? 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ എല്ലാ വീട്ടിലും കയറിയിട്ട് സോറി പറഞ്ഞില്ലേ? കോടിയേരി ഭാരതത്തെ പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ നേതൃത്വത്തിലാണ് വീട് കയറി പറഞ്ഞത്. എന്ത്? ശബരിമല വിഷയത്തിൽ ഞങ്ങൾക്ക് എടുത്ത നിലപാട് തെറ്റായെന്ന് ബോധ്യമായി, അത് ഞങ്ങൾ തിരുത്തിന്ന് പറഞ്ഞില്ലേ? അല്ല, അത് പിന്നെ എന്ത് വിഷമമുണ്ടല്ലേ? പറഞ്ഞില്ലേ? തെറ്റ് പറഞ്ഞില്ലേ? ഒരു പക്ഷേ കേരളത്തിലെ ജനങ്ങൾ അത് വിശ്വസിച്ചിട്ടുണ്ടാവണം. ഇനി ഞാൻ ചോദിക്കട്ടെ, 1,43,00,000 ചെലവഴിച്ച് സ്വർണം പൂശിയ കൊടിമരം 2 ആഴ്ച കൊണ്ട് കറുത്ത സംഭവമില്ലേ? കറുത്തുപോയ കരിപിടിച്ചാൽ കറുത്ത നിറം വന്ന സംഭവമില്ലേ? എത്ര ക്ഷേത്രങ്ങളുടെ സ്വർണം പോയിട്ടുണ്ട്? ഇത് ശബരിമലയിൽ മാത്രമാ പ്രശ്നം? അത് ശരി, ശബരിമലയിൽ എന്തോ ഒരു ചെറിയ അബദ്ധം പറ്റിയ പോലെയാ സംസാരിക്കുന്നത്. ഇതെല്ലാം ചെല്ലപ്പന്റെ ഒരു തമാശയല്ലേ സാർ? പോയിട്ടുണ്ട്. ഇതൊക്കെ കേരളത്തിൽ വ്യാപകമായി നടന്നിട്ടുണ്ട്. 17 ഏക്കർ ഭൂമി കാണാത്ത ദേവസ്വം ബോർഡിന്റെ കീഴിലെ ക്ഷേത്രം കണ്ണൂർ ജില്ലയിലുണ്ട്. 17. നിങ്ങളെ കളിയാക്കി സംസാരിക്കണതാണ്, നിങ്ങൾക്ക് ഒരു വിലയില്ല. ഞങ്ങളെ കള്ളന്മാരാക്കാൻ, ഞങ്ങളെ അപമാനിക്കാൻ കോടതി വിധിയുടെ ഒരു കടലാസ് എടുത്ത് വായിച്ചാൽ ആ കടലാസ് ഞങ്ങളുടെ തലേ കയറില്ല. അത് കോടതിയെ എതിർക്കുന്നതല്ല, വിധിയെ കുറിച്ചുള്ള വർത്താനാണ്, കോടതിക്കെതിരായ വർത്താനല്ല. നിന്നെ സമ്മതിക്കണം, നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നുണകൾ വരുന്നേ? കർണാടകത്തിൽ ഭൂമി കട്ടിട്ട് ആ കട്ട നേതാവ് BJPയുടെ പ്രസിഡന്റ് ആയിരിക്കുന്നിടത്ത് അദ്ദേഹത്തിന്റെ കത്തുമായിട്ട് വന്നിരിക്കുന്ന സി പത്മനാഭൻ പറയണം. ഏത്? കർണാടകത്തിലെ ഭൂമി കുംഭകോണക്കാരനായ രാജീവ് ചന്ദ്രശേഖറുടെ നോമിനിയായിട്ട് ഇവിടെ വന്നിരിക്കുന്ന ആള് മോഷണം. എനിക്ക് പറയാനുള്ളത് കൂടി കേൾക്കണം. ഇന്ത്യ മുഴുവൻ BJP ശിവകുമാറിന്റെ കാര്യമല്ല അവർ. അല്ല അനിൽകുമാറെ ബംഗാളിൽ നിന്ന് ജനങ്ങള് കുറ്റിച്ചൂരെടുത്ത് അടിച്ചോടിച്ചത് സത്യസന്ധമായ ഭരണം കൊണ്ടാ? ആണോ? കഷായത്തിന് കൂട്ടാൻ ഇല്ലാണ്ടായതേ അവിടുത്തെ ജനങ്ങള് കുറ്റിച്ചൂരെടുത്ത് അടിച്ചോടിച്ചത് സത്യസന്ധമായ ഭരണം കൊണ്ടാ? ഭയങ്കര സത്യസന്ധത കൊണ്ടാ? ത്രിപുരയിൽ നിന്ന് 1.5 കൊല്ലം കൊണ്ട് BJPയുടെ മുമ്പിൽ തോറ്റു തുന്നം പാടിയത് സത്യസന്ധമായ ഭരണം കൊണ്ടാ? ആണോ? നിങ്ങൾ എവിടെയാണ്? ചോദ്യങ്ങൾ തീരുന്നില്ല. 2018 വിധിയുടെ കാര്യത്തിൽ CPMന്റെ ഇപ്പോഴത്തെ നിലപാടെന്താ? അത് തെറ്റാണോ ശരിയാണോ? ഞാനതാ ചോദിച്ചത്. നിങ്ങൾ വീട് വിടാൻ തന്നെ കയറിയില്ലേ? ഞങ്ങൾക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞില്ലേ? ഇല്ലേ, വേണ്ടാന്ന്, സ്റ്റേ ആയിട്ടില്ല, നടപ്പിലാക്കുന്നു. അതല്ലേ കാണണ്ടേ? സ്റ്റേ ചെയ്യാത്ത വിധിയല്ലേ, നടപ്പിലാക്ക്. വരട്ടടോ, എത്ര പത്രക്കാർ വന്നാലും കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ് പാറ്റൻ ടാങ്ക് പോലെ നിൽക്കും ഈ PP ശശി. വലിയ വാശിക്കാരല്ലേ?
ഓ, നിങ്ങൾ സുപ്രീം കോടതിയിൽ വിധി വരുമ്പോഴേക്ക് രാത്രിക്ക് രാത്രി സ്ത്രീകളെ കയറ്റിയ ഭയങ്കര വാശിക്കാരല്ലേ നിങ്ങൾ? കേരളം 50 കോടി രൂപ ചെലവാക്കിയിട്ടുന്ന എന്ത് മതില, നവോത്ഥാന മതില് കെട്ടിയവരല്ലേ നിങ്ങൾ? വാശിക്കാരല്ലേ നിങ്ങൾ? നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ ആവേശം? ആവേശത്തെ ഇവിടെ വേണ്ടേ? ഇത് കൊണ്ടുവരുമ്പോ 38 പോയിന്റ്, അപ്പൊ അതില്ല. ഇത് എടുത്തു കൊടുക്കുമ്പോ ചെമ്പുപാളികളെ ആ ആവേശവും സൂക്ഷ്മതയും ശ്രദ്ധയൊന്നുമില്ല നിങ്ങൾക്ക്. മറ്റേ സനാതനധർമ്മം ഡെങ്കുവാണ്, മലേറിയാണ്, അതിനെ ഉന്മൂലനം ചെയ്യണമെന്ന് പറയുന്ന വിദ്വാനെ ക്ഷണിക്കാൻ ഭയങ്കര ആവേശമായിരുന്നല്ലോ. ഈ ഗുലാബ് സുന്ദാബാദ് വിളിക്കും പോലല്ലേ നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് സാമിയേ ശരണമയ്യപ്പാൻ? ലോകത്താരെ അങ്ങനെ വിളിച്ചിട്ടുണ്ടോ സാമിയേ ശരണമയ്യപ്പാന്ന്? ഞങ്ങളൊക്കെ ഇങ്ങനെയാ വിളിക്കുക, അല്ലെ ഇങ്ങനെയാ വിളിക്കുക. ഇതെവിടുന്ന് ഇത് കിട്ടിയത്? ഇതൊക്കെ ചെയ്യുന്ന ഭയങ്കര ആവേശക്കാരല്ലേ നിങ്ങൾ? ഭയങ്കര ശ്രദ്ധയും എന്താ പറയാ, നിങ്ങളുടെ ആവശ്യത്തിനും നിങ്ങളുടെ കാര്യത്തിലും. നിങ്ങൾ ആരോട്, നിങ്ങൾ എന്തിനാ ഒടിമറിയുന്നത്? ഒരു കാര്യമില്ല. നിങ്ങൾ എക്സ്പോസ്ഡ്, യു സ്റ്റാൻഡ് എക്സ്പോസ്ഡ്.